അച്ഛന്റെ കയ്യിൽ തനിക്കുള്ള സർപ്രൈസ് ആണെന്ന് കരുതി ആനന്ദത്തിലായിരുന്നു അവൾ. പെട്ടെന്ന് അവളോട് കണ്ണടച്ച് ചരിഞ്ഞു കിടക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. കുരുതി കൊടുക്കാനായി തന്റെ മകളെ കൊണ്ട് തന്നെ അയാൾ കളം തീർത്തു. കയ്യിലുണ്ടായിരുന്ന മഴു മുറുക്കി പിടിച്ചുകൊണ്ട് ആ നരാധമൻ ആ കുഞ്ഞു കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടി. അവളുടെ കുഞ്ഞു സിരകളിലൂടെ ഒഴുകിയ ചുടുരക്തം അയാളുടെ മുഖത്തേക്ക് തെറിച്ചു വീണു. ഒറ്റ വെട്ടന് കൊന്നുകളഞ്ഞു ആ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ. ശബ്ദം കേട്ട് അവിടേക്ക് ഓടിയെത്തിയതായിരുന്നു അയാളുടെ അമ്മ സുനന്ദ. അവരെയും അയാൾ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. നിലവിളിച്ചുകൊണ്ട് അവർ ഇറങ്ങിയോടി. ആളുകൾ പരിഭ്രാന്തരായി തടിച്ചുകൂടി. ആളുകൾക്കിടയിലൂടെ അയാൾ ചോര പുരണ്ട മഴുവുമായി നിലവിളിച്ചുകൊണ്ട് പരക്കം പാഞ്ഞു. ഞാൻ എന്റെ മകളെ കൊന്നു എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ടായിരുന്നു അയാളുടെ നടപ്പ്. എതിർക്കാൻ എത്തിയവർക്കെതിരെയെല്ലാം അയാൾ ഈ മഴു വീശി. അവസാനം മകളുടെ ജഡത്തിന് അരികിലെത്തി തലയിൽ കൈവച്ച് അലറി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും പോലീസും അവിടെ എത്തിച്ചേർന്നിരുന്നു. ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മഹേഷിനെ പോലീസ് കീഴ്പ്പെടുത്തി വിലങ്ങുവെച്ചു. തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കാണിക്കാൻ ചില പ്രകടനങ്ങളും അയാൾ അവിടെ നടത്തി. എന്നാൽ അതെല്ലാം വിഫലമാവുകയായിരുന്നു. മഹേഷ് അധികമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ലഹരിയുടെ പുറത്ത് സംഭവിച്ചതാണ് ഈ കൊലപാതകമെന്നുമായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസിന് ആദ്യമേ ഉറപ്പായിരുന്നു. കുട്ടി മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മഴു പണിയാൻ കൊടുത്തതും മഹേഷിന് തന്റെ മകളോടുണ്ടായിരുന്ന പ്രതികാരവും ഒക്കെ കൊലപാതകത്തിന്റെ കാരണങ്ങളായി പോലീസ് നിരത്തി.